ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. ഇന്ന് നല്ല മഴ വരാൻ ചാൻസ് ഉണ്ട് ഗൈസ്. നല്ല ഇരുണ്ട് മൂടി കിടക്കുന്ന ആകാശം. ആക്ച്വലി നമ്മൾ ഫോർട്ട് കൊച്ചിയിൽ പോകാൻ വേണ്ടി ഇരുന്നതാണ്. ഷാസിൻ്റെ ഒരു പുതിയ മറ്റേന്തോ വിവോ X300 FE അങ്ങനെ എന്തൊരു ഫോൺ. അപ്പോൾ അതിൻ്റെ ഫോട്ടോഗ്രാഫി ടെസ്റ്റൊക്കെ ചെയ്യാൻ വിചാരിച്ചിരുന്നു ഫോർട്ട് കൊച്ചി പോയിട്ട്. അപ്പോൾ അത് ഈ മഴയുടെ ഇരുണ്ട് മൂടി കിടക്കുന്നത് കാരണം നടന്നില്ല ഗൈസ്. സോ അത് മിക്കവാറും നാളത്തേക്കാകും. അപ്പോൾ എന്തായാലും ഈ ഒരു വ്ളോഗ് ഞാനിപ്പം സാറ്റർഡേ ആണ്, ഇതിപ്പോൾ ശനിയാഴ്ചയാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരമായി ഗൈസ്. അപ്പം എന്തായാലും ഇന്നധികം കോണ്ടന്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇന്നും നാളത്തെയും പരിപാടി എല്ലാം കൂടെ ചേർത്തിട്ട് നാളെ ഒരു വ്ളോഗായിട്ട് ഇടുന്ന ഒരു പരിപാടിയാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, ഇന്നിപ്പോൾ ആദ്യം പോകുന്നത് ഷാസിനൊന്ന് സലൂണിൽ പോകണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നോക്കാം ഗൈസ് എന്താണ് പരിപാടി. ഇന്ന് ചെന്നൈ വേഴ്സസ് മുംബൈ ആണ്, റിവഞ്ച് മാച്ചാണ്. അപ്പം ലെറ്റ്സ് സി. ഇന്നും കൂടെ ചെന്നൈ ജയിച്ചാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ ഒരു മനസ്സിലുള്ളൊരു സംഭവം. സഞ്ജു സാംസൺ ഇന്നും ഒരു സെഞ്ചുറി അടിക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ലെറ്റ്സ് സ്റ്റാർട്ട് ദ വ്ളോഗ് ഗൈസ്. അപ്പോൾ എന്തായാലും നേരെ പനമ്പള്ളിയിലോട്ട് പോവുകയാണ്. സ്റ്റൈലെക്സിൽ പോയി ഗോപൻ്റെ അവിടെ വെച്ച് കാണാം. ബൈ. അങ്ങനെ ഗൈസ്, നമ്മൾ ഗോപൻ്റെ കടയിൽ വന്നിരിക്കുകയാണ്. ശ്രീകുമാർ എന്തൊക്കെയാണ്? ശ്രീകുമാർ നമ്മൾ വ്ളോഗ് എപ്പോഴും കാണുന്ന ഒരാളാണ്, ഇടയ്ക്കിടയ്ക്കെങ്കിലും ഇല്ലേ? അങ്ങനെയുണ്ട് വ്ളോഗ് കണ്ട. പിസ്സ കഴിയപ്പോൾ പോയി ബർഗർ ഓഫ് അതാണ്. അതെ വല്ലാത്ത അവസ്ഥയിലായി പോയി ഗൈസ്. അല്ലല്ല, അത് പുതിയതാണ്. അതൊരു 2 വ്ളോഗ് മുമ്പേ നല്ല രീതിയിൽ അനുഭവിച്ചേ. അപ്പോൾ അങ്ങനെ ഗൈസ് ഇവൻ്റെ താടി ഷേവ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് മിസ്റ്റർ ഗോപൻ ഗൈസ്. ഇതാണ് X300 FE. ഇത് റിവ്യൂ ചെയ്യാൻ വേണ്ടി എൻ്റെ കയ്യിൽ തന്നിരിക്കുകയാണ് ഫോട്ടോ എടുക്കാൻ. അപ്പോൾ നമുക്കിതിലൊരു പോർട്രേറ്റ് എടുത്ത് നോക്കാം. അവിടെ വന്നു ഞാൻ ഫോട്ടോ എടുക്കും. ഇതാണ് X300 FE. ഇതാണ് പോർട്രേറ്റ് മോഡിലെടുത്തതാണ്. അതിന് ഫോട്ടോ മോഡ് കൂടെ വന്നു. അങ്ങനെയാണോ? എങ്ങോട്ട് വയ്ക്കും? നേരെ അങ്ങനെയാണോ ഫോട്ടോ എടുക്കുന്നത്? ഞാൻ വരുന്നില്ല. അതാണ് പോർട്രേറ്റ് മോഡ്. എല്ലാം ക്ലാരിറ്റി മോഡൽ കൊള്ളാം കേട്ടോ, അത്യാവശ്യം കുഴപ്പമില്ല. അത് റൗണ്ട് അടിച്ചിട്ട് ഇതിന് ചുറ്റും കടക്ക് ചുറ്റും എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം ഗൈസ്. എന്തെങ്കിലും കുറച്ച് ഫോട്ടോ എടുത്തിട്ട് വരാം. ഇതിൻ്റെ കുറച്ച് സാമ്പിൾസ് കിട്ടുമെന്ന് നോക്കാം. എൻ്റെ ഗൈസ്, ഞാൻ ഈ സലൂണിൻ്റെ സൈഡിലുള്ള വഴി കൂടെ നടക്കുകയാണ്. കുറച്ച് ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ ജസ്റ്റ് ഇവിടെ ചുറ്റുപാടം കിടന്ന സാധനങ്ങൾ വെച്ചെടുത്താണ്. അതേപോലെ എന്തെങ്കിലും കിട്ടുമോ നോക്കട്ടെ ഗൈസ്. അവന് ഫോട്ടോ സാമ്പിളായിട്ട് യൂസ് ചെയ്യാനും പറ്റും. നല്ല സമാധാനമായിട്ടുള്ള റെസിഡൻസ് അസോസിയേഷൻ, നല്ല പൂവൊക്കെ ഉണ്ടെങ്കിൽ ഞാനിരുന്ന് ഫോട്ടോ എടുക്കാമെന്നുള്ള പ്ലാനാണ് ഗൈസ്. ലെറ്റ്സ് സി. ഈ ഫോണിൻ്റെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് വരാം. ബൈ. രണ്ടുപേരുടെ മേക്കപ്പ് മാനാ? മേക്കപ്പ് ഇടാതെ നമുക്ക് എന്തോന്ന് മേക്കപ്പ്? സ്റ്റൈലിസ്റ്റ്. 2012-13 ഞാനാണ് ആദ്യം വന്നു തുടങ്ങിയത്. എത്ര വർഷമായി? 15 കൊല്ലമായിട്ട് നമ്മളെല്ലാവരുടെയും രൂപം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. കറുത്ത താടിയായിട്ട് വന്ന ഞാൻ വെളുത്ത താടിയായി, ഫുള്ള് മുടിയായിട്ട് വന്ന ഞാൻ ഇപ്പോൾ തൊപ്പിയായി. സോ ടൈം ഫ്ലൈസ് ഗൈസ്. സമയം ഇങ്ങനെ പറന്നു പോയി. ഓവൻ മാത്രം അവിടെ കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ. കുറച്ച് കളർ അടിച്ച് നടക്കുകയാണ്. കറക്റ്റ് ഇവിടെ ആകുമ്പോൾ പിന്നെ കുറച്ച് എടുത്തെടുത്ത് അടിച്ചാൽ മതിയില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. ഫുൾ സിനിമ നടനായതിൻ്റെ ഒരു ഷോയാണ് പുള്ളിയുടെ. അടുത്ത സിനിമ എല്ലാം വരുന്നുണ്ടോ? ഉടനെ വരും ഗൈസ്. ഗോപനെ നിങ്ങൾ നോക്കി വെച്ചോ, ഏതെങ്കിലുമൊക്കെ സിനിമയിൽ നിങ്ങൾ കാണും. എനിവേസ് അപ്പോൾ ശരി ഗൈസ്, വരാം. അങ്ങനെ നമ്മൾ കഫിക്കാനയിൽ വന്നിരിക്കുകയാണ് ഗൈസ്. മാങ്ങയൊക്കെ തീർന്നോ? ഉണ്ടോ മാങ്ങ? മുതലാളി എന്തൊക്കെ ഉണ്ട്? പാട്രിയറ്റൊക്കെ കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്നൊക്കെയാണല്ലോ ഞാൻ അറിഞ്ഞത്. അതിൻ്റെ ഒറിജിനൽ റിവ്യൂ എനിക്ക് നേരത്തെ തന്നു. അങ്ങനെ ഗൈസ്, നമ്മൾ കഫിക്കാനെ വന്നിരിക്കുകയാണ് ഡിന്നർ അടിക്കാൻ. പറ്റുമെങ്കിൽ കുറച്ച് കളിയും കണ്ടിട്ട് പോവാം. മറ്റേ എന്തോ നമ്മുടെ ചെന്നൈ വേഴ്സസ് മുംബൈ ഇന്നാണ് ഗൈസ് റിവഞ്ച് മാച്ച്. പക്ഷേ ഞാൻ ആദ്യം പോലെ കണ്ടില്ലെങ്കിൽ അവന്മാർ തോക്കും. ചെന്നൈ സൂപ്പർസ്റ്റിഷൻ. നോക്കട്ടെ ഗൈസ്, ലെറ്റ് മി സീ. 7:30 ഓഫ് കോഴ്സ്. ഇന്ന് ആര് ജയിക്കും? ചെന്നൈ ജയിക്കോ ബോംബെ ജയിക്കോ? മുംബൈ ഫാനാണ്. ബോംബെ ലാസ്റ്റ് എന്തോന്ന് കിടക്കുന്നത്. അവിടെ ആര് ജയിക്കോടാ? ആര് ജയിക്കും? ചെന്നൈ നമ്മൾ ചെന്നൈ ടീമാണ് ഗൈസ്. അയ്യേ, DC വേസ്റ്റല്ലേ? സ്റ്റാർക്ക് എന്നുള്ള തിരിച്ചു വന്ന ഉടനെ എല്ലാം അറിഞ്ഞിട്ട് വൈഭവിന് മറ്റവന് ഒരു ഡീമെറിറ്റ് പോയിന്റ് കിട്ടി. ബൗളറിന് ജെയിംസൺ അവൻ ഔട്ടാക്കിയിട്ട് ഭയങ്കര എന്നൊക്കെ പറയണം. അവൻ്റെ മുമ്പ് പോയി കിടന്ന് ആക്ഷൻ കാണിച്ച് ഔട്ടാക്കിയിട്ട് കുറച്ച് അത്യാഹ്ലാദം കാണിച്ചു. ഈ സ്റ്റാർക്ക് ഔട്ടാക്കിയത് ജയ്സ്വാളിനെയാണ്. ഇത് ജയ്സ്വാൾ അല്ല, മറ്റവല്ലേ വൈഭവ്.
അല്ല, വൈഭവ് സൂര്യവംശിയടാ, അവനാണ് അടി. ഓ 15 വയസ്സുള്ളവനാണ് അടി. അവനെ ഔട്ടാക്കിയത് മറ്റവനാണ്, ബൗൾഡ്. ഓ ഭയങ്കര ട്രോളായിരുന്നു. അതാണ് പയ്യൻ വേറെ ലീഗാണ് കേട്ടോ. അടുത്തിനി എനിക്ക് കാണാനുള്ളത് DC-യിൽ സ്റ്റാർക്കിനെ സഞ്ജു എടുത്തിട്ട് പൊളിക്കുന്നതാണ്. ഐ ആം വെയിറ്റിംഗ് ഫോർ ദാറ്റ് മാച്ച്. സഞ്ജു സാംസൺ സ്റ്റാർക്കിനെ എടുത്തിട്ട് അടിക്കുന്നത്. അയ്യോ, എടുത്തിട്ട് അലക്കും കേസ്. അത് തോറ്റ്. ഇന്ന് പോകും. ഇനിയുള്ള 5 കളി ജയിക്കണം ചെന്നൈ കയറണമെന്നുണ്ടെങ്കിൽ. അടുത്തുള്ള 6 കളിയുണ്ട്, 6-ൽ 5 ജയിക്കണം. നമുക്ക് പ്രതീക്ഷയുണ്ട് കേസ്. ലെറ്റ്സ് സീ. കഴിഞ്ഞ സീസണിൽ ഞാൻ RCB ആയിരുന്നു സപ്പോർട്ട് ചെയ്തത്, അവർ ജയിക്കുകയും ചെയ്തു. ഈ സീസണിൽ ചെന്നൈ പക്ഷെ കുറച്ചിത്തിരി ഒറ്റയ്ക്ക് സഞ്ജു സാംസൺ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കൂല. അല്ല, എന്തായാലും നോക്കാം ഗൈസ്, മാക്സിമം ട്രൈ ചെയ്യട്ടെ. അപ്പം എന്തായാലും വരാൻ ഗൈസ്. ഞാൻ യൂസ് പറഞ്ഞിട്ടുണ്ട്, അത് കുടിച്ചിട്ട് ബൈ. അങ്ങനെ നമ്മൾ ആദ്യം ഓർഡർ ചെയ്ത ബ്രോക്കലി ആൻഡ് കോൺ ടാർട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. ഇതിപ്പോൾ എൻ്റെ വ്ളോഗാണെന്നവർക്കൊക്കെ അറിയാം, എൻ്റെ ഫേവറേറ്റ് സാധനമാണ്. ഐ ലവ് ദിസ് തിങ്. സോ സ്റ്റാർട്ടറായിട്ട് ഇതൊന്ന് കഴിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഗൈസ് ഓർഡർ ചെയ്തത്. കളി ഇനിയും തുടങ്ങാൻ കുറേ സമയമുണ്ട്, കാരണം വീട്ടിൽ പോയിട്ട് കാണേണ്ടി വരും. ഇപ്പോൾ തൽക്കാലം നമ്മൾ ഏർലി ഡിന്നർ അടിച്ചിട്ട് വീട്ടിൽ പോകാൻ പോകണം. മിക്കവാറും നമുക്ക് കുറച്ച് കഴിയുമ്പോൾ വിശക്കും കേട്ടാ, അത്ര നേരത്തെ കഴിക്കണത്. ഗ്രിൽഡ് ബാസ സൂപ്പർ ടേസ്റ്റ്, ഇടില്ല സാധനം കേട്ടാ, നല്ല ടേസ്റ്റ് അല്ലേ? ഞാൻ ടേസ്റ്റ് ബാസ. ഓ മെൽറ്റിംഗ് ദ മൗത്ത് അല്ലേ, നല്ല എരി, കൊള്ളാം. ദിസ് തിങ് ഈസ് ഗുഡ്. ഇതെന്തായാലും വന്ന് ട്രൈ ചെയ്ത് നോക്കി. ഗ്രിൽഡ് ഫിഷ്, ഗ്രിൽഡ് ബാസ. എൻ്റെ ഞാനൊരു പാസ്ത പറയാനുള്ള പ്ലാനിലിരിക്കുന്നത്. ഞാൻ അലിയോ പറയാം ഗൈസ്. വെറൈറ്റി. ഞാൻ അലിയോ ചിക്കനും പ്രോൺസും കൂടെ മിക്സ് ചെയ്തിട്ടൊരു സാധനം ചെയ്തു. ഇവരുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. ഞാൻ പിന്നെ പാസ്ത കുറച്ച് സോഫ്റ്റ് ആക്കാനും പറഞ്ഞു, പ്രത്യേകിച്ച് മാക്രോണി അങ്ങനെ ചെയ്താൽ രസമാണ്. യമ്മി, കൊള്ളാം കേട്ടോ, നല്ല ടേസ്റ്റ്. പ്രോൺസും കൂടെ കഴിച്ചോ. പ്രോൺസ് അല്ല, യമ്മി പ്രോൺസ്. അവന് പ്രോൺസ് അലർജി ആയതുകൊണ്ട് എന്താടാ, ഇതിനെ തൊടാൻ പോലും പറ്റൂല. ഗുഡ്. പരീക്ഷണം വലിയ കുഴപ്പമില്ല ഗൈസ്, കഴിച്ചിട്ട് വരാം. ഗൈസ്, മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗ് ആണ്. പിന്നെ എൻ്റെ ഒരു ഇതിൽ ചെന്നൈ ജയിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്, ബിക്കോസ് മസിൽ മെമ്മറി കിടപ്പുണ്ടല്ലോ കഴിഞ്ഞ തവണ തോപ്പിച്ചത്. സഞ്ജു ഒരു 50 എടുക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നോക്കാം ഗൈസ്, ലെറ്റ്സ് സീ. ബാറ്റിംഗ് തുടങ്ങിയിട്ടില്ല, എനിക്ക് തോന്നുന്നു മുംബൈ ഇന്ത്യൻസാണ് ഫസ്റ്റ് ബാറ്റിംഗ്. അവന്മാരെ ഒരു 200-നകത്ത് ഓൾ ഔട്ട് ആക്കിയാൽ ഐ തിങ്ക് ചെന്നൈക്ക് ജയിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. ലെറ്റ്സ് സീ. അപ്പോൾ എന്തായാലും ഗൈസ് ബാറ്റിംഗ് തുടങ്ങട്ടെ. നമ്മൾ ഇവിടുന്ന് നേരെ വീട്ടിൽ പോയി അവിടെ പോയി കാണാം. ഫസ്റ്റ് വിക്കറ്റ് വീണിരിക്കുകയാണ്. മുംബൈയുടെ പതനം തുടങ്ങിക്കഴിഞ്ഞു. നമ്മുടെ പ്രഡിക്ഷൻ വർക്കാവോ ഇല്ലെന്നുള്ളത് നോക്കാം. ഇന്നും ചെന്നൈ തന്നെ ജയിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. വിൽ ജാക്സ് പോയിരിക്കുകയാണ് ഗൈസ്, ഒരു 1-1. അവനെ ഗൈസ് തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. പവർ പ്ലേ കഴിഞ്ഞെന്ന് തോന്നുന്നു. ടൈം ഔട്ടാണ്. സ്ട്രാറ്റജിക് ടൈം ഔട്ട് കഴിഞ്ഞു. ഫെയർ പ്ലേ അവാർഡിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് ഫസ്റ്റ്. യെസ്, നമ്മൾ ഭയങ്കര ഡീസൻ്റാണ് ഗൈസ്. CSK പിന്നെ പണ്ടേ ജെൻറ്റിൽമാനാണ് എല്ലാവരും. ധോണി ഉള്ളതുകൊണ്ട് എല്ലാവരും അടങ്ങി ഒതുങ്ങിയൊക്കെയാണ് നിന്നത്. എത്ര റൺസായി? 77. 2 പേര് ഔട്ടായി കേട്ടോ. ഗുഡ്. 200-നകത്ത് ഓൾ ഔട്ട് ആക്കിയിട്ട് സഞ്ജു സെഞ്ചുറി അടിച്ച് കളി ഇന്ന് ജയിക്കണം, അത്രേ ഉള്ളൂ. വേറെ ഒരു ഇതുമില്ല. എന്തായാലും കളി കാണാം ഗൈസ്. എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് മൂമെൻ്റ് ഉള്ളപ്പോൾ ഞാൻ വരും. ബൈ. അങ്ങനെ ഗൈസ് 159-7. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെന്നൈക്ക് അടിച്ചിറക്കാവുന്നേ ഉള്ളൂ. ഞാൻ അവിടെ വെച്ച് ചായം കുടിച്ചിരിക്കുകയും വേറെ ആരും ഇല്ല ഇന്ന്. അൺഫോർച്ചുനേറ്റ്ലി നമുക്കിന്ന് വലിയ പരിപാടികളൊന്നും ഇല്ലായിരുന്നു. ആൻഡ് വീക്കെൻഡ് അല്ലേ കേസ്, ഇടയ്ക്കിടയ്ക്ക് കുറച്ചൊന്ന് റിലാക്സ് ചെയ്യണമല്ലോ, അതുകൊണ്ടാണ് കേസ്. എനിവേസ് വേസ് നാളെ കുറച്ച് പ്ലാനുണ്ട്. ഷാസിൻ്റെ മറ്റേ ഫോണിൻ്റെ റിവ്യൂ നമ്മൾ മട്ടാഞ്ചേരിയിലോ ഫോർട്ട് കൊച്ചിയിലോ പോയിട്ട് കുറച്ച് ഫോട്ടോസ് കൂടെ എടുത്തിട്ട് നാളെ വേറെ പരിപാടിയുണ്ട്. നാളെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ജിമ്മ് തുടങ്ങിയതുകൊണ്ട് കുറച്ച് ജിം സാധനങ്ങൾ വാങ്ങിക്കണമെന്നുണ്ട്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ വ്ളോഗ് സെറ്റാക്കാം, അപ്ലോഡ് ചെയ്യാം. മാക്സിമം നാളെ സൺഡേ ആയിട്ട് ഇടാൻ പറ്റുമോ നോക്കാം, ഇല്ലെങ്കിൽ മൺഡേ വരുള്ളൂ ഗൈസ്. ഇത് മൺഡേ ആയിരിക്കും ഇത് വരുന്നത് ഈ ഒരു വ്ളോഗ്. സോ ലെറ്റ്സ് സീ ഗൈസ്. നാളെ പറ്റുമെങ്കിൽ ഞാൻ ലൈവ് വരാൻ നോക്കാം. സൺഡേ രാത്രി എനിക്കൊരു കട്ടൻ ചായ കുടിക്കുന്നൊരു സ്വഭാവമുണ്ട്. ഉറക്ക സീനാണ്. അപ്പോൾ ഞാൻ പതുക്കെ ഈ കഫേനും സംഭവങ്ങളും കുറയ്ക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ലെറ്റ്സ് സീ ഗൈസ്. ശരിയാമല്ലേ, അഡിക്റ്റഡ് ആയിപ്പോയി കുറേ സാധനങ്ങൾ. അപ്പോൾ ഇതെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം. ഈ ഒരു മാസം നോക്കട്ടെ. ഫുള്ളൊരു ഷാസ് ഇപ്പോൾ 7-ാം തീയതി തിരിച്ചു പോകും ദുബായിക്ക്. അപ്പോൾ അതിനുശേഷം കുറച്ചൊന്ന് ലൈഫ് സ്റ്റൈൽ മാറ്റാനുള്ള പ്ലാനാണ്. നോക്കാം എത്രത്തോളം പറ്റുമെന്നുള്ളത്. ഞാൻ പറഞ്ഞില്ലേ, ശീലമായ ഒരു സാധനം പെട്ടെന്ന് മാറ്റാനൊക്കെ പാടായിരിക്കും. ഒരാൾ ട്രൈ മൈ ബെസ്റ്റ്. അങ്ങനെ ഗേൾസ് ഓൾമോസ്റ്റ് ജയിക്കാറായി. സഞ്ജു സാംസൺ ഔട്ടായി പോയി ഗേൾസ്, കുഴപ്പമില്ല. പക്ഷേ ഋതുരാജും കാർത്തിക്കും നല്ല സൂപ്പർ അടി. പയ്യൻ കൊള്ളാം കേട്ടോ. കാർത്തിക് എന്ന് പറഞ്ഞ പയ്യൻ അടിപൊളി കളി. ഹാർദിക് പാണ്ഡ്യ വരെ കൈയടിക്കും. അതായത് 12 ബോൾ 21 12 റൺസ് 21 ബോൾ. ഈസി PC. ചെന്നൈ പ്ലേ ഓഫിലോട്ട് ക്വാളിഫൈ ചെയ്യുമോ എന്ന് നിങ്ങൾ പറയൂ ഗൈസ്. ഇനിയുള്ള 5 കളി ജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ചാൻസ് ഉണ്ട്. ബാക്കി ടീമുകൾ ജയിക്കണം തോക്കണ അനുസരിച്ചിരിക്കും. പ്ലേ ഓഫിൽ കയറാനും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ധോണിയും കൂടെ വരണം തിരിച്ച് പ്ലേ ഓഫിൽ. പൊളിച്ചന്. ഇതിപ്പോൾ എന്തായാലും ജയിക്കും ഗൈസ്, കുട്ടുപോലെ ജയിക്കും. നല്ലപോലെ അടിക്കുന്നുണ്ട് പയ്യന്മാർ.
എന്തായാലും ഇന്ന് സഞ്ജു അടിച്ചില്ലെങ്കിൽ അന്ന് ടീം എന്തായാലും ഒരാളുടെ ഡിപ്പെൻഡൻ്റ് അല്ല എന്നുള്ളത് തെളിയിച്ചിരിക്കുകയാണ്. ക്യാപ്റ്റൻ്റെ കളി കളിച്ചിരിക്കുന്ന ഋതുരാജ്. സോ ഗുഡ് ഗെയിം ഗൈസ്. ബുംറ കുറച്ചുകൂടെ ഒന്ന് ഫോമിലായിരുന്നെങ്കിൽ മുംബൈ ഇന്ത്യൻസിന് കുറച്ചൊരു ചാൻസ് ഒക്കെ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ മുംബൈ ഈ പ്രാവശ്യം ബുംറ അടിച്ച് പരത്തണം. 4/4. ഇവൻ നേരത്തെ ഭയങ്കര ബൗളിംഗ് ആയിരുന്നു ഈ സ്പിന്നർ. അവനെന്തായാലും വയറിഞ്ഞാണ്. അപ്പോൾ എന്തായാലും ഗൈസ്, ചെന്നൈ ഈസ് ഓൺ ദ വേ ടു ദ വിക്ടറി. നമ്മളെന്തായാലും ജയിച്ചിരിക്കുകയാണ്. ഇപ്പം തന്നെ ജയിച്ചെന്ന് ഞാൻ പറഞ്ഞിരിക്കുകയാണ്. സോ അപ്പം നാളെ കുറച്ച് പരിപാടിയുണ്ട് ഗൈസ്. രാവിലെ പറ്റുമെങ്കിൽ ഞാൻ എണീക്കുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി കൊളസ്ട്രോളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ബ്ലഡ് കൊടുക്കണം. ഷാസും വരുന്നുണ്ടെന്ന് തന്നെ അവനും കൊടുക്കണം. അപ്പോൾ എന്തായാലും നാളെ മുതൽ കുറച്ച് ഹെൽത്തി ആവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആൻഡ് അവൻ്റെ പുതിയ മറ്റേ വിവോ X300 FE അതിൻ്റെ കുറച്ച് ഫോട്ടോ സാമ്പിൾസ് എടുക്കാൻ നമ്മൾ ഫോർട്ട് കൊച്ചിയിലും പോകും ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ. സോ ഒന്നുകിൽ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വ്ളോഗ് എഡിറ്റ് ചെയ്തിട്ട് നാളെ രാത്രിയൊക്കെ ആകുമ്പോൾ ഇടാം, അല്ലെങ്കിൽ മറ്റന്നാളത്തേക്ക്. ഈ 2 ദിവസത്തെ വ്ളോഗ് ഒറ്റ ഇതായിട്ട്. ചിലരൊക്കെ എന്നെ മെസ്സേജ് അയച്ചായിരുന്നു ഗൈസ്, ഡെയിലി വ്ളോഗ് ലൈക്ക് ഇന്നില്ലാത്ത എന്തെന്നൊക്കെ ചോദിച്ചിട്ട്. സോ വെരി ഹാപ്പി ദാറ്റ് പീപ്പിൾ ആർ ആക്ച്വലി ലൈക്കിങ് മൈ വ്ളോഗ്സ്. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ഗൈസ്. എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ ഡെയിലി വ്ളോഗായിട്ട് വരും. ഇല്ലെങ്കിൽ ഞാൻ നോക്കട്ടെ ഗൈസ്. അതായത് ചെറിയൊരു പ്ലാൻ പോലെയൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കിയില്ലെങ്കിൽ ശരിയാവില്ല. എനിക്ക് ഞാൻ ചില സമയത്ത് കൂലെസ് ആയിട്ടിരിക്കും, എന്ത് ഷൂട്ട് ചെയ്യണമെന്നൊന്നും അറിഞ്ഞൂടാതെ. പക്ഷെ അതുകൂടെ ഇപ്പം 7-ാം തീയതി ആകുമ്പോൾ പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്കും അറിയത്തില്ല എങ്ങനെയാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നുള്ളത്. ബട്ട് ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ്. എന്നും ഇടാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അന്ന് പറഞ്ഞ പോലെ ഐ വിൽ ട്രൈ മൈ മാക്സിമം. 2, 3, 4 ഒക്കെ ഒരാഴ്ചക്കകത്ത് ഇടാൻ നോക്കാം. താങ്ക്സ് ഫോർ ദ സപ്പോർട്ട് ഗൈസ്. അവന്മാരെ പട്ടിയടി അടിക്കും. 8 റൺസ് മതി ജയിക്കാൻ. 7 റൺസ് എന്തായാലും ജയിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും വെൽ ഡൺ ചെന്നൈ, ഗുഡ് ജോബ്. അപ്പം സി യു ടുമോറോ മോർണിംഗ്. എന്താണ് പരിപാടി എന്നുള്ളത് നാളെ ഞാൻ വീണ്ടും വരും. അപ്പോൾ ശരി, ബൈ, ഗുഡ് നൈറ്റ്.